എടാ തന്ത മതിരി ആടിയ മോള് വേലിയെങ്കിലും ചാടണ്ടേ? നീ പോലീസുകാരെ വിളിച്ചോണ്ടോ? ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി. സാറേ ഈ പള്ളിമിറ്റത്ത് എന്തെങ്കിലും നടന്ന ഇടവക്കാരെ ഞങ്ങൾ ഇത് അറിയണ്ടേ അല്ലേ? ആ കാര്യം പറയാൻ പോവല്ലേ? നമ്മുടെ ശിക്കാരി പാപ്പച്ചന്റെ മോള്, ആ ക്ലീനറുകാരൻ പയ്യൻ, അകത്ത് ഡിങ്കാ ഡിങ്ക. ഞാനത് കണ്ടോട്ടെ. അച്ഛൻ വന്നല്ലോ. ഇനി അച്ഛൻ തുറക്കട്ടെ. നീ വെറുതെ നല്ലൊരു ദിവസമായിട്ട് അലങ്കോലുണ്ടാക്കല്ലേ? എന്നെ ഞാനൊന്നും ചെയ്തില്ല. അച്ഛൻ തുറന്നു നോക്ക്. തീർക്കാനുള്ള സ്ഥലമല്ല ഇത്. അയ്യോ അച്ഛൻ തുറന്നു നോക്കി. കാര്യങ്ങൾ അറിയാലോ. ഞാൻ ഉണ്ടാക്കിയതാ. ആ കണ്ടോ 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 എല്ലാരും കണ്ടോ? നോക്കിയാ കണ്ടല്ലോ. ഇതൊന്ന് ഈ പള്ളി പരിസരത്ത് ഇതൊന്നും ഞാൻ അങ്ങോട്ട് ചോദിക്കോ. എന്താ എല്ലാവരോട് നോക്കിക്കുന്നേ? എല്ലാരും ജെയിംസേ, നീ അങ്ങേറ്റത്തെ പണിയാ കാണിച്ചത്. ഞാൻ കാണിച്ചാണോ കുഴപ്പം? ഞാൻ അവരെ പിടിച്ചു കയറ്റി അടച്ചിട്ടൊന്നും അല്ല. പിടിച്ചിട്ടു. സ്പോൺസർ ചെയ്തിരിക്കുന്ന ബാൻഡ് മേളമാണ്. അതിനുവേണ്ടി ചാലക്കുടി കൈരളി ബാൻഡ് സെറ്റിനെ സ്നേഹത്തോടെ ക്ഷണിച്ചു. ഇനി ഒന്നും നോക്കണ്ട. കച്ചവടമൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ ചേട്ടാ. പൈസ ഞാൻ ഗൂഗിൾ ചെയ്ത് തരാം. വേണ്ട അടിക്കട്ടെ. സമാധാനം പറയേണ്ടി വരില്ലോ. അയ്യോ കിടന്നുരുളല്ലേ മുണ്ടഴിയും പെണ്ണുങ്ങളൊക്കെ ഉള്ളതാ. ഒരു പോലീസുകാരനെ തൊട്ടാലുള്ള വകുപ്പ് എന്താന്ന് നിനക്കറിയാവോ? ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. പോടാ പോടാ. പോടാന്ന് പോടാന്നോ? സാറേ ഇവന്നെ പോടാന്ന് വിളിച്ചു. പറയുന്നത് ചോദിക്കും സാറേ. താൻ ഇപ്പോഴും 5 മീലിൽ നിന്ന് ഉള്ളിമാന്തി കളിക്കണ പോത്തന്മാര് നാണില്ലല്ലോ. സാറേ എൻ്റെ ഒരു അഭിപ്രായത്തിലേ നമുക്കൊരു 353 ഇവന്റെ പുറത്തങ്ങ് ചാർജ് ചെയ്യാം. തന്നോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചാ? ഇല്ല, സാറിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമല്ലോ. തൽക്കാലം കേസ് കൂട്ടൊന്നും വേണ്ട. നാളെ ഡിപ്പാർട്ട്മെന്റാ. ഇറങ്ങി പോടോ. അങ്ങോട്ട് നടക്കണം. ഇതിപ്പോ എന്താ കേസ്? സാറേ ഇത് ഓൺലൈൻ തട്ടിയപ്പോ സാറേ ജർമ്മൻ ഷപ്പേന്റെ കുട്ടിയെന്ന് പറഞ്ഞിട്ട് കുറുക്കന്റെ കുട്ടീനെ കൊണ്ടുകൊടുത്തു. അതൊരു വെറ്റിനറി ഡോക്ടർക്ക്. അത് ഇത്തിരി വലുതായി കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന് പോകാൻ തുടങ്ങി. ആ ഡോക്ടർ കംപ്ലൈന്റ് തന്നുകൊണ്ട് നമ്മൾ മരങ്ങ പൊക്കി. ഇവർക്ക് ഈ കേസ് മാത്രമല്ല സാറേ, ആ പുറത്തിരിക്കുന്ന അടുത്തിടെ എരുമനെ അടിച്ചോണ്ട് പോയിട്ട് അതിനെ അവിടെ കൊണ്ടുപോയിട്ടു. ആഹാ, എടുക്കാൻ വരാനല്ലോ. ഇതെന്ത് സ്റ്റേഷനാണോ? പട്ടിയും പൂച്ചയും പോത്തും മാത്രം ഉള്ളല്ലോ. ആ സാർ എൻ്റെ ഇവിടുത്തെ സ്റ്റേ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഇവന്മാരോട് അഡ്ജസ്റ്റ് ചെയ്തോളാം. 2 ദിവസം കൊണ്ട് വെക്കേറ്റും ചെയ്യാം. പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാതെ ജമന്തി ലോഡ്ജാണല്ലോ. സാറേ അവന്റെ ആഗ്രഹം ഒന്ന് സഹായിച്ചു കൊടുത്തേ. ആ സൂക്കേട് ഞാനങ്ങ് തീർത്തോളാം. വേണേ അതിന്റെ റെന്റ് സാർ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു. താങ്ക് യു ജെയിംസ്. ഇനി ലോകബന്ധം വേണ്ട, തനിക്ക് ജാമ്യം കിട്ടി. അടുത്തത് അതിന് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടില്ലല്ലോ. അയ്യോ അപ്പൊ ജാമ്യം എടുത്ത് വെറുതെ കേസ് എടുത്തിട്ടില്ലെങ്കിൽ ജാമ്യം ഡബിൾ വാലിഡാ. ഓ ഇയാളെ കൊണ്ട് തോറ്റല്ലോ. തനിക്കെതിരെ എങ്ങനെയാ മാശമ്പളം?
പാപ്പച്ച ഞാൻ വാഴ കൃഷിയൊക്കെ നിർത്തി. ഇപ്പൊ എനിക്കിട്ടാണ് കൃഷി. അതല്ല, ഇപ്പൊ ഫുൾ ടൈം കോടതിയാ. തന്റെ വൈഫ് തന്നിട്ടുള്ള വക്കാലത്തുണ്ട്. കാരണം ദാ ഇത് സാറേ ഒരു മിനിറ്റ്, അവന്മാരെ ഒന്ന് കട്ടോട്ടെ. നമ്മുടെ പിള്ളേരെ അടുത്ത കേസ് വിളിക്കാം. പോലീസ് തിരിച്ചു മറിച്ച് ചോദിക്കും, ലാത്തി വെച്ച് ഉരുട്ടും. പക്ഷേ ആ പോത്താണ് ഈ എരുമെന്നുള്ളത് ഒരു കാരണവശാലും പറയല്ലേ. എടാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് ഒഴിവാക്കിത്താ. ഇനി നാണം കെടാൻ വയ്യ. ഞാൻ പറയില്ല. പിന്നെ ഇവൻ ഇതാരാ ട്രെയിനിയാ? ടെൻഷനും ഭയവും നമ്മളെ അപകടത്തിലേക്ക് നയിക്കും. അല്ല എന്നുവെച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എല്ലാം പറഞ്ഞ പോലെ. എടാ പിന്നെ നീയോ കൂടി ഏത് പട്ടിയും പൂച്ചയും കൊന്നിട്ടാടാ ഇത്രയും കാലം എന്നെ മുയലർച്ച എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചത്? അതിലൊറ്റ മുയൽ പോലും ഇല്ലായിരുന്നല്ലേ? കൊണ്ടുവന്നാ നല്ല അസല് കാടനാ. കാട് മൊതിച്ച് നടന്നവനാ. ഇതുപോലത്തെ ഹെവി ഡീലിങ്സിന് രാത്രി തന്നെ ബെസ്റ്റ്. ഇനി മുതൽ അങ്ങനെ മതി. എനിക്കും രാത്രിയാണ് ബ്രോ ഇഷ്ടം. കേട്ടോ? ശരി, പേ പിടിക്കാൻ ഞാൻ നോക്കി. എക്സ്ക്യൂസ് മീ. സോറി. താങ്ക് യു. മാറ്. ഉള്ള കേസ് വല്ലതും ഉണ്ടെങ്കിൽ പറയണേ. നീ എന്തിനാ വക്കലിന് ചോദിച്ചു കൊണ്ടു? വരട്ടെ സിയെ. എരുമയുടെ ഓണർ. അമ്മച്ചി ശരിക്കും 4 ലിറ്റർ കറവ ഉണ്ടായിരുന്നു. നല്ല കറവുണ്ടായിരുന്നു. അതിന് 40,000 രൂപ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കാണ്ടിരുന്നതാ. നാറുകൾ അതിലും പറ്റിച്ച് 10,000. എടാ ഈ പോത്തിന്റെ ഇറച്ചിലും എരുമയുടെ ഇറച്ചിലും വല്ല വ്യത്യാസമുണ്ടോ? ഇടി കൊള്ളുമ്പോൾ ഒരു വ്യത്യാസം ഇല്ലല്ലേ. ഈ വക്കാലത്തിലിട്ടൊന്ന് ഒപ്പിട്ടെന്നേ. പാപ്പച്ച ഇതൊന്ന് ഒപ്പിട്ടെ. എനിക്ക് ഇനിയും ഇത് ചുമന്നോട്ട് നടക്കാൻ പറ്റില്ല. എന്തിനാ സാറേ ഒപ്പ്? ഇനി മേലിൽ താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തലവേദനയുമായി ഇങ്ങോട്ട് വരില്ല എന്നതിൻ്റെ ഉറപ്പിന് ഒപ്പിട്. അപ്പൻ്റെ തോക്ക് കിട്ടിയ പിന്നെ എന്നാ കേസും കോടതി ഇട്ടുവിട് പാപ്പച്ച. പിന്നല്ലാതെ ഇട്ട് കൊടുത്തേര് പാപ്പച്ച. പാപ്പച്ചനൊരു കുരുക്കൂലല്ലോ. അതോ തനിക്ക് തൊണ്ടിറിച്ച് കിട്ടാൻ ഫോറസ്റ്റുകാർ തോക്കും കൊണ്ട് കാട്ടി കയറണോ? ഒപ്പം മറന്നുപോയി കാണും. സാറേ ഒന്ന് വരുമോ? എന്തിന്? ഒരു പേഴ്സണലായിട്ടൊരു കാര്യം പറയാനേ പ്ലീസ്. സാറേ 10 ലക്ഷം രൂപ. ഏത് 10 ലക്ഷം? ഈ നാട്ടുകാരെ തെണ്ടകളുടെ മുമ്പിൽ പാപ്പച്ചനെ ഊശിയാൻ വയ്യ. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ സാറിന് ഒരു 10 ലക്ഷം രൂപ തന്നു. എപ്പോ? പാപ്പച്ച സർവീസും കഴിഞ്ഞ് സാറിന് പെൻഷൻ വാങ്ങണമെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് സാറ് 10 ലക്ഷം രൂപ കൈപ്പറ്റിയതായി ഈ വിജയനോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു തണ്ടിയോ പറഞ്ഞു നടക്കണം. കൈക്കൂലി കേസ് സ്വയം പറഞ്ഞു നടക്കാൻ എനിക്ക് പ്രാന്തൊന്നുമില്ല. നീ വേറെ വല്ലതും പറ. കൈക്കൂലി കേസാ? വേറൊന്നുമല്ല, ആ ജെയിംസിന്റെ കൂടെ നിന്ന് കള്ളമാസർ എഴുതിയ BF-മാർ മാത്രമല്ല, തൊണ്ടി മുതൽ ഒളിപ്പിച്ച സാറിനും പെട്ട് ഞാനൊരു കുഴി. നല്ല കാട്ടുപോത്ത് വീഴുന്ന കുഴി. വിജയ ഒന്ന് വെളിയിലേക്ക് തന്നെ. സാറേ ഞാനും ഉണ്ട ചോറ് തന്നെയാണ്ടാ. 10 ലക്ഷം രൂപ വാങ്ങി ശരവൺ സാറ് സാറിന്റെ കൈകൊണ്ട് ഒരു വട്ടം പറഞ്ഞാൽ മതി. തൽക്കാലം നാട്ടുകാരുടെ വാടപ്പിക്കാം, പിന്നെ ഞാൻ കേസും വിടാം. അപ്പൊ ഞാൻ കുഴി വെട്ടണോ അതോ? 10 അല്ല സാറേ, 15-20 ലക്ഷം രൂപ തന്നെന്ന് വേണമെങ്കിൽ പറയാം. അയ്യോ, പാപ്പച്ചനല്ലേ ആള്, തരാനൊന്നും പോകുന്നില്ലല്ലോ. 20 ലക്ഷം ഒന്നും വേണ്ട. കള്ളത്തരാന്ന് വിചാരിക്കും. അത് സത്യം. എനിക്കത് നാണക്കേടാ. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒപ്പിടുവല്ലേ? നിങ്ങൾ ആരെങ്കിലും ഇത് മിസ്യൂസ് വല്ലതും ചെയ്തായിരുന്നോ? ഓ, നിങ്ങൾക്ക് അറിയില്ലല്ലോ. കുട്ടിക്ക് സെൽഫി വല്ലതും എടുക്കണോ? വേറെ ആർക്കെങ്കിലും? ഓക്കെ, അടുത്ത വേടി കേസിനെ കാണാം. കോട്ടെ സാറേ, അതെ ഈ തോക്ക് നേരെ കൊണ്ട് കൊടുത്ത് അപ്പനും മോനും തമ്മിലുള്ള പണക്ക് അങ്ങ് തീർത്തേക്കണം. പറ്റുകയാണെങ്കിൽ ഒരു ഉമ്മയും കൊടുത്തേക്കണം. പാപ്പച്ച ധൃതിയിൽ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഞാൻ വന്നിട്ട് വെടി വെച്ചാ പോരെ? 1 മിനിറ്റ് പോലെ. എന്നാത്തിനായിരിക്കും ഇപ്പൊ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു? എനിക്കറിയത്തില്ല. പുതിയ എന്ത് പ്രശ്നമാവോ പാപ്പച്ച? ശരവണ സാർ എന്തി? സാറേ കിട്ടി സാറേ. ഇത് കേട്ടാ സാർ ഞെട്ടും. ഞാനൊരു തവണ ഞെട്ടി. പാപ്പച്ചൻ വീണ്ടും വന്യമൃഗത്തെ ആക്രമിച്ചു. ഇപ്രാവശ്യം പോത്തല്ല, പന്നിയാ, കാട്ടുപന്നി. കോടാലിക്കായി കൊറ്റയടിക്കാ തീർത്തത്. സാറെന്താ ഞെട്ടാത്തത്? നിങ്ങൾ ആരും എന്താ ഞെട്ടാത്തേ? ഞെട്ടുന്നതിനൊക്കെ ഒരു പരിധിയില്ല സാറേ. ജെയിംസേ, പോലീസുകാരാ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർന്നില്ലേ? അവൻ പോത്തിനെയും പന്നീനെയും മാത്രമല്ല പുലിയെ വരെ വെടിവെച്ചെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. അതൊക്കെ കേട്ട് ഞാൻ തുള്ളാൻ നിന്നാലേ റിട്ടയർഡ് ആകുമ്പോ ഞാൻ മുറുക്കാൻ കട നടത്തേണ്ടി വരും. സാറിപ്പം പോ.
ഇവരെ ലക്ഷങ്ങൾ പാപ്പച്ചന്റെ എണ്ണി വാങ്ങിച്ചോണ്ട കേസ് അങ്ങോട്ട് ഒതുക്കി ആ പരിപ്പിന് ഇവിടെ വേവൂല. മനസ്സിലായ പോലീസാറാ? ആണോ? ആ ആ ശരി സാറേ അവൻ വരുന്നുണ്ടേ പാപ്പച്ച വരുന്നുണ്ട്. എടാ ജെയിംസ് ഇനി ഞങ്ങൾക്ക് പോവാം. ഓ തൽക്കാലം നീ രക്ഷപ്പെട്ടു. പക്ഷെ നിനക്കിട്ടുള്ള പണി ഞാൻ തന്നിരിക്കും. ഇല്ലെങ്കിൽ നീ ജെയിംസിനെ പണ്ട് വിളിക്കാറില്ലേ റൊട്ടി, അങ്ങനെ വിളിച്ചോ കേട്ടോ? റൊട്ടി എന്താടാ? ഓ ഒന്നുമില്ലടാ.